പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 8.5 വർഷം കൊണ്ട് 3,66,000 പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്നും ഈ വർഷം 55 ലക്ഷം പട്ടയങ്ങളുടെ വിതരണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. മണ്ണുത്തിയിൽ നടന്ന ഒല്ലൂർ നിയോജക മണ്ഡലം പട്ടയ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യനിർമ്മിതമാണ്. പാവപ്പെട്ട ഒരാൾക്ക് ഭൂമി കൊടുക്കാനും അവന് രേഖ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തോലകങ്ങളാണ് നമ്മുടെ ചട്ടങ്ങളും നിയമങ്ങളും. ആ ചട്ടങ്ങളും നിയമങ്ങളും പാവപ്പെട്ടവന്റെ മുമ്പിൽ ചെകുത്താനെ കുരിശ് കാണിച്ച് ഓടിക്കുന്നത് പോലെ കുരിശാക്കി അവതരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. വീടിന് ചുറ്റുവട്ടത്തുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അർഹനാണെങ്കിൽ അവന് പട്ടയം കൊടുക്കണം. അതിന് ചട്ടങ്ങളും നിയമങ്ങളും ചിലപ്പോൾ ഭേദഗതി ചെയ്യേണ്ടി വരുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മണ്ണുത്തി കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ നടന്ന പട്ടയ അസംബ്ലിയിൽ ADM ടി മുരളി, തൃശൂർ സബ് കളക്ടറും ഒല്ലൂർ നിയോജക മണ്ഡലം നോഡൽ ഓഫീസറുമായ അഖിൽ വി മേനോൻ, ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പാണഞ്ചേരി, പുത്തൂർ, നടത്തറ, മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, LR ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, തഹസിൽദാർ P ജയശ്രീ തുടങ്ങിയ ഉദ്യോഗസ്ഥർ പട്ടയ അസംബ്ലിയിൽ പങ്കെടുത്തു. അങ്ങനെ ഇറങ്ങുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു പട്ടയ മിഷൻ രൂപീകരിച്ചു. പട്ടയ മിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പട്ടയം കൊടുക്കാനുള്ള വിവരശേഖരണം ഉൾപ്പെടെ നടത്താനുള്ള വിപുലമായ ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കാത്തതുപോലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ അധ്യക്ഷതയിൽ, അത് മുഖ്യമന്ത്രിയാണെങ്കിലും വെറും MLA ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ആ മണ്ഡലത്തിലുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും, അത് പഞ്ചായത്താകട്ടെ, ബ്ലോക്കാകട്ടെ, ജില്ലയാകട്ടെ, കോർപ്പറേഷനാകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, എല്ലാ ജനപ്രതിനിധികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന ജനറൽ അസംബ്ലികൾ, പട്ടയ അസംബ്ലികൾ രൂപീകരിക്കുക. പട്ടയ അസംബ്ലികൾ യഥാർത്ഥത്തിൽ നിയമസഭ എന്ന് പറയുന്നത് പോലെ ഒരു ഘടകമാണ്. പട്ടയ അസംബ്ലിയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും പട്ടയ അസംബ്ലിയെ നിയന്ത്രിക്കാൻ, അഥവാ ഓരോ നിയോജക മണ്ഡലത്തിലെയും പട്ടയ മിഷന്റെ നോഡൽ ഓഫീസറായി തഹസിൽദാരിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുക. അവിടെ വരുന്ന പ്രശ്നങ്ങൾ അനലൈസ് ചെയ്ത് താലൂക്കിൽ വിതരണം ചെയ്യാവുന്ന പട്ടയങ്ങളാണെങ്കിൽ താലൂക്കിൽ വിതരണം ചെയ്യുക. 95 ചട്ടപ്രകാരം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പതിവ് കമ്മിറ്റി രൂപീകരിക്കപ്പെടേണ്ട പട്ടയങ്ങളാണെങ്കിൽ അങ്ങനെ വിതരണം ചെയ്യുക.